അബിക ബൈബിൾ കിസ് ആൻഡ് പ്രോഗ്രാം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 3 ലക്ഷം അംഗങ്ങളുള്ള ഇന്ത്യൻ സഭ 40 മെഗാ ചർച്ചകൾ കൂടെ നട്ടുപിടിപ്പിക്കും. എന്താണ് അവരുടെ രഹസ്യം? ഹൈദരാബാദ്, ഇന്ത്യ. 3 ലക്ഷത്തിലധികം അംഗങ്ങളുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളിയാണ് കാൽവറി ക്ഷേത്രം. ഇപ്പോൾ അടുത്ത 10 വർഷത്തിനുള്ളിൽ 40 മെഗാ ചർച്ചുകൾ കൂടെ നിർമ്മിക്കാനുള്ള ദൗത്യത്തിലാണ് അവർ. ഹൈദരാബാദിലെ മിക്ക റോഡുകളും ഞായറാഴ്ചകളിൽ കാൽവറി ക്ഷേത്രത്തിലേക്ക് നയിക്കുന്നതാണ്. പുലർച്ചെ 4 മണിക്ക് ശേഷം ഇവിടെ പള്ളിക്ക് ചുറ്റുമുള്ള തെരുവുകൾ ഇതിനകം തന്നെ സ്തംഭിച്ചു. ചർച്ച് വോളണ്ടിയേഴ്സ്, ട്രാഫിക്, ഷട്ടിൽ ബസ്സുകൾ, ഓട്ടോറിക്ഷകൾ, മോട്ടോർ സൈക്കിൾ എന്നിവയെ ഏകോപിപ്പിക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകളെ കടത്തിവിടുന്നു. എല്ലാവരും രാവിലെ 6 മണിക്ക് ആരംഭിക്കുന്ന കാൽവറിയിലെ ആദ്യത്തെ 5 സേവനങ്ങളിൽ നിന്നും 2 മണിക്കൂർ മുമ്പ് ഇവിടെ എത്താൻ ശ്രമിക്കുന്നു. സൂര്യോദയത്തോടെ വിശ്വാസികൾ അവരുടെ ഇരിപ്പിടങ്ങളിൽ കയറിയിരിക്കും. പ്രധാന വന്യജീവി സങ്കേതത്തിൽ 18,000 പേർ താമസിക്കുന്നുണ്ട്. അതിനോട് ചേർന്നുള്ള ബെത്ലഹേം ഹാളിൽ 15,000 പേർക്കും 3,000-ലധികം ആളുകളെ ഉൾക്കൊള്ളാനുള്ള മൂന്നാമത്തെ ഘടനയ്ക്കും പിന്തുണയുണ്ട്. വിശാലമായ കാൽവരി ക്യാമ്പസിന് ചുറ്റും ചിതറിക്കിടക്കുന്ന ടെലിവിഷൻ സ്ക്രീനുകളിൽ 100 കണക്കിൽ കൂടുതൽ വാച്ചിങ്. പാസ്റ്റർ സതീഷ് കുമാർ 5 ശുശ്രൂഷകളും പ്രസംഗിക്കുന്നു. അവസാനത്തേത് രാത്രി 8 മണിക്ക് അവസാനിക്കുന്നു. എൻ്റെ സ്വപ്നത്തിലും സങ്കല്പത്തിനും അതീവമായ ഈ പള്ളിയെ പാസ്റ്റർ കൃപ എനിക്ക് ലഭിച്ചു, പാസ്റ്റർ സതീഷ് കുമാർ പറയുന്നു. ഇന്ന് 3 ലക്ഷത്തിലധികം അംഗങ്ങളുള്ള ഇത് ലോകത്തിലെ ഏറ്റവും വലിയ പള്ളികളിലൊന്നായി മാറുന്നു. കൂടുതൽ രാജ്യവ്യാപകമായി വിപുലീകരിക്കാനുള്ള പദ്ധതിക്കുള്ള 11 സാറ്റലൈറ്റ് പള്ളികൾ ഇവർക്കുണ്ട്. അടുത്ത 10 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് പോലെ 40 മെഗാ പള്ളികൾ സ്ഥാപിക്കുവാൻ ദൈവം എൻ്റെ ഹൃദയത്തിൽ ഭാരം വെച്ചു എന്ന് സതീഷ് കുമാർ പറയുന്നു. കർത്താവ് രാജ്യത്തിനുടനീളം ശക്തമായി നീങ്ങുന്ന എന്നതിൻ്റെ സൂചനയായി ഓരോ മാസവും 3,000 പുതിയ വിശ്വാസികളെ സഭയോട് ചേർക്കുന്നുവെന്ന് പാസ്റ്റർ സതീഷ് കുമാർ പറയുന്നു. ദൈവത്തിൻ്റെ കൈ ഇന്ത്യയുടെ മേലാണ്. രാജ്യത്തിനകത്ത് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള നഷ്ടപ്പെട്ടവരിലേക്ക് ഇന്ത്യ എത്തേണ്ട സമയമാണിത്, കുമാർ പറയുന്നു. പ്രധാന ഭാഷയിലായി ഓരോ മാസവും 650-ലധികം TV പ്രോഗ്രാമുകൾ സഭ നിർമ്മിക്കുന്നു. ഇത് രാജ്യത്തിനകത്ത് മാത്രമല്ല, ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഗൾഫ് രാജ്യങ്ങളിലും ഉണ്ടെന്ന് പാസ്റ്റർ സതീഷ് കുമാർ പറയുന്നു. ദശലക്ഷക്കണക്കിന് ആളുകൾ സോഷ്യൽ മീഡിയയിൽ പിന്തുടരുന്നു. സഭയുടെ വിജയത്തിന് കാരണം ശുദ്ധമായ ദൈവവചനം പ്രസംഗിക്കുന്നതാണ് ആളുകളെ ആകർഷിക്കുന്നതെന്നും ദൈവവചനം അനുഷ്ഠിക്കുന്നതാണ് ആളുകളെ സഭയ്ക്കുള്ളിൽ നിലനിർത്തുന്നതെന്നും പാസ്റ്റർ സതീഷ് കുമാർ പറയുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണും വരെ ബൈ.